ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് 15 പേർക്ക് വധശിക്ഷ. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് ശ്രീദേവിയുടെ വിധിയാണിത്. കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ കൊലപാതകം. ഷാൻ എന്ന HDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനെ കൊലപാതകം നടന്നതിൻ്റെ അടുത്ത ദിവസം രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തുകയായിരുന്നു. ആ ഷാനിൻ്റെ കൊലപാതകത്തിന് പകരമായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ അത് വിലപ്പോവില്ല. കാരണം ഈ കേസിൻ്റെ അന്വേഷണ മധ്യേ രഞ്ജിത്ത് ശ്രീനിവാസനെ ആ പോപ്പുലർ ഫ്രണ്ട് HDPIയുടെ ഹിറ്റ് ലിസ്റ്റിലെ 1ാം സ്ഥാനം കൊടുത്തിരിക്കുകയായിരുന്നു. അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ ഓഫീസിൽ ആ ഡിസംബർ മാസം 19-ാം തീയതി തലേ ദിവസം അവിടെ വെച്ച് കൊലപാതകം നടത്താനായിട്ട് നോക്കി. അവിടുത്തെ സാഹചര്യം അത്ര സുഖകരമായിരുന്നില്ല. അതുകൊണ്ട് അവർ വീട്ടിൽ വന്ന് രാത്രി കൊലപാതകം നടത്താൻ നോക്കി. അന്നേരം അനുകൂലമായ സാഹചര്യം ഉണ്ടായില്ല. 10-ാം തീയതി വെളുപ്പിനെ അവർ ഉണരുന്നതിന് മുമ്പ് 6:30 അകം വീട്ടിനകത്ത് വീട് തല്ലിപ്പൊളിച്ച് കയറി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. 42ഓളം വെട്ട് മുഖത്ത് തന്നെയുണ്ട്. മുഖം വികൃതമായി, പല്ലും നാക്കും താടിയും ആ വെട്ട് തൂങ്ങിക്കിടന്നു. വളരെ നിഷ്ഠൂരമായ ക്രൂരമായ കൊലപാതകം. ഈ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഇതുപോലെ കൊല ചെയ്യുന്നത് അത് ജനങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല, ഭരണഘടനയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ 15 പ്രതികൾക്കാണ് കൃത്യമായ വധശിക്ഷ നടപ്പാക്കിയത്. അതിൽ നിന്ന് ആരും ആ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ആ കേസിനകത്ത് 9 പേര് രാവിലെ വീടിനകത്ത് കയറി വെട്ടി, 3 പേര് അവരെ സംരക്ഷണത്തിന് വേണ്ടി കാവൽ നിന്നു, മറ്റു 3 പേര് വെട്ടാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, അവർക്ക് അവിടെ ചെന്ന് ചേരാനുള്ള വാഹനം, ഇതൊക്കെ എത്തിച്ചവരാണ് 3 പേര്. 3 പേരും തുല്യമായി കുറ്റകൃത്യം ചെയ്തു എന്ന് കൃത്യമാണ്. അത് വെട്ടിയാൾക്ക് മാത്രം വധശിക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല. മോട്ടീവാണ് ഇവിടെ പ്രധാനം. 15 പേരുടെ മോട്ടീവ് വളരെ കൃത്യമാണ്. വളരെ ദൃഢനിശ്ചയത്തോടുകൂടിയാണ് അവരിത് ചെയ്തത്. ഷാനിനെ കൊന്നാലും കൊന്നില്ലേലും ശരി, പകരമായ ഒരു കൊലപാതകമല്ല ഇത്. അതിനു മുമ്പ് തന്നെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നു. 3-ാം പ്രതിയുടെ ഭാര്യയുടെ മൊബൈൽ ഫോണിലെ ഹിറ്റ് ലിസ്റ്റ് കിടപ്പുണ്ട്. അതിൽ 1ാം സ്ഥാനത്ത് രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ പേരാണ് കിടക്കുന്നത്. ആ 3-ാം പ്രതി അനൂപ് മുഹമ്മദിൻ്റെ ഭാര്യയുടെ മൊബൈലിലാണ് എന്ന് പറഞ്ഞാൽ 3-ാം പ്രതിയുടെ ഭാര്യയുടെ മൊബൈലിലാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ കൊലപാതകം നടത്താനുള്ള റാങ്ക് ലിസ്റ്റിലെ 1ാമത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പ്രീ പ്ലാൻഡാണ്. വകവരുത്താൻ തന്നെ തീരുമാനം നേരത്തെ എടുത്തു. അതിന് ഷാൻ്റെ വധവുമായിട്ടൊരു ബന്ധവുമില്ല, നേരത്തെ എടുത്ത തീരുമാനമാണ്. എല്ലാവർക്കും ഒരേ റോളാണ്. ഇങ്ങനെ കൊലപ്പെടുത്തണമെന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടിയാണ് അവർ വന്നത്. 2 അറ്റംപ്റ്റ് ശരിയായില്ല. 3-ാമത്തെ അറ്റത്ത് വീട്ടിലുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് വീടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് വെളുപ്പിനെ രാവിലെ അവരെ എഴുന്നേറ്റ് വരുന്ന ആ സമയത്ത് വീട്ടിനകത്ത് കയറി അമ്മയുടെയും രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ ഭാര്യയുടെയും 2 പെൺകുട്ടികളുടെയും മുമ്പിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അത് ക്രൂരമായ കൊലപാതകം നടത്തി. അത് രാഷ്ട്രീയ വേർതിരിവോടുകൂടി ചിന്തിക്കുന്നവർക്ക് അവരാണിത് ചെയ്തത്. എത്ര രാഷ്ട്രീയ പ്രതിയോഗിയായാലും ശരി, അവർ രാഷ്ട്രീയപരമായ ആദർശങ്ങൾ വെച്ച് പുലർത്താൻ നമുക്കൊക്കെ അവകാശങ്ങളുണ്ട്. അതിന് നമ്മളെപ്പോലെ ആദർശം വെച്ച് പുലർത്തുന്ന, അതിന് ഘടകവിരുദ്ധമായ എതിരാദർശം വെക്കുന്നവരെ വെട്ടിക്കൊന്ന് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. അങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജിൻ്റെ നിഗമനം കൃത്യമാണ്. റയറസ്റ്റ് ഓഫ് റയർ കേസ് ഇന്ത്യയിലെ എനിക്ക് തോന്നുന്നില്ല 15 പേരെ ഒന്നിച്ച് വധശിക്ഷയ്ക്ക് വിധിച്ച കേസുകൾ. ഇതൊരു റയറസ്റ്റ് ഓഫ് റയർ കേസാണ്. വെട്ടിയവരും അവിടെ കാവൽ നിന്നവരും
ആ ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തവരും എല്ലാം തുല്യ കുറ്റക്കാരാണ്. 120B പരിധിയിൽ എല്ലാവരും വന്നു കഴിഞ്ഞിരുന്നു. അതൊരു ഗൂഢാലോചനയാണ്. എന്തായാലും ഇന്ത്യയിലെ 15 പേർക്ക് ഒരേ മൈൻഡിൽ ഒരേ രീതിയിൽ വന്ന് കൊന്നുപോകുന്ന ഒരു കുറ്റച്ചാർജ് വളരെ റെയറസ്റ്റാണ്. DYSP അവിടെ ജയരാജിൻ്റെ അന്വേഷണം കൃത്യമാണ്. സാക്ഷികളെ മൊഴികൾ കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ടീമും 90 ദിവസത്തിനകം കുറ്റച്ചാർജ് കൊടുക്കുകയും ചെയ്തു. 146 സാക്ഷികൾ ഇതിനകത്തുണ്ട്. അമ്മ, ഭാര്യ, കുട്ടികൾ, ഇവരെല്ലാം ഈ കേസിനകത്ത് സാക്ഷികളാണ്. 15 പേരുടെ തൂക്കിക്കൊല ഹൈക്കോടതിയിൽ പോയാലും വിട്ടുപോകുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഒരേ മനസ്സും ഒരേ ചിന്തയും ഓരോ ദൃഢനിശ്ചയത്തോടു കൂടി വന്നവരാണ് 15 പേര്. അത് പ്രൂവ്ഡായി. മൊത്തം 32 പ്രതികളുണ്ട്. ബാക്കി പ്രതികളുടെ വിചാരണ ഉടനെ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയത് പോലീസ് കണ്ടെടുത്തത് വളരെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടാലൻസ് ഉള്ള ആ DYSP ജയരാജിനെ അഭിനന്ദിക്കുകയാണ് ഞാൻ. കാരണം ഇത്ര കൃത്യമായി 90 ദിവസത്തിനകം ഇതുപോലെ കുറ്റച്ചാർജ് തയ്യാറാക്കി 146 സാക്ഷികളുടെ സാക്ഷി നോട്ട് കൂടെ കൊടുത്തു. ഐഡൻറ്റിഫിക്കേഷൻ പരേഡൊക്കെ ഇതിനകത്ത് നടത്തി. ഏതായാലും ജയരാജും ആ ടീമും നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. കേരള പോലീസിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അതുപോലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നമുക്ക് അദ്ദേഹത്തിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം പ്രതാപ്ജി പടിക്കൽ, അദ്ദേഹമാണ് ഈ കേസിൻ്റെ തുടക്കം മുതലേ ഈ കേസ് കോടതിയിൽ നടത്തി വിജയപ്രദമാക്കിയത്. അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം, പ്രത്യേകിച്ച് ഈ കേസുമായിട്ട് അദ്ദേഹം കോടതിയിലെ കുറ്റച്ചാർജ് അനുസരിച്ചുള്ള കാര്യങ്ങൾ, പോലീസിൻ്റെ കുറ്റച്ചാർജ് അനുസരിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി കോടതിയിൽ പ്രസൻറ്റ് ചെയ്യും. സാക്ഷികളെ കൊണ്ട് അത് പറയിപ്പിച്ചു. കോടതിക്ക് ബോധ്യമായി. കോടതിക്ക് ഒരു സംശയമില്ല, 15 പേര് ഒരേ മനസ്സും ഒരേ കൃത്യം ചെയ്യാനും ഒരേ മോട്ടീവ് ഉള്ളവരാണ്. അതുകൊണ്ടാണ് 15 പേർക്കും ഒരാളെ മാറ്റി നിർത്താൻ പറ്റില്ല. 15 പേർക്കും വധശിക്ഷ ആ കോടതി വിധിച്ചത്. ഇന്ത്യയിലെ ഒരു കോടതിയും ഈ 15 പേരെ ഒന്നിച്ച് തൂക്കാൻ വിധിച്ചതായിട്ട് ഈ അടുത്ത കാലത്തെങ്കിലും നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ അപ്പീലിലൊക്കെ വിട്ടുപോകാം എന്നൊക്കെ ചിലർക്ക് ചില ധാരണകളൊന്നും നടക്കില്ല. കാരണം ആ കേസിൻ്റെ സ്വഭാവം അനുസരിച്ചും ആ മൊഴി അനുസരിച്ചും അതിൻ്റെ ചാർജ് ഷീറ്റ് അനുസരിച്ചും ആ 15 പേരും തുല്യ കുറ്റക്കാർ തന്നെയാണ്. അവർ പങ്കെടുത്താലും പങ്കെടുത്തില്ലേലും ശരി, അതിനുള്ള എവിഡൻസാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഈ 15 പേരിലും ആർക്കും വധശിക്ഷയിൽ നിന്ന് ഒഴിവാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതങ്ങ് സുപ്രീം കോടതി പോയാലും വധശിക്ഷയിലിട്ട് തന്നെ പോകും. 6 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം കൊടുക്കാനായിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് ആ രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും കുട്ടികൾക്കും അവകാശപ്പെട്ടതാണ്. കോടതി എന്തായാലും ഈ കോടതിയെ അഭിനന്ദിക്കാതിരിക്കാനൊക്കെ കോടതി വളരെ ശ്രമകരമായ ഒരു വിധിയാണിത്. കാരണം എല്ലാ സാക്ഷികളുടെയും 146 സാക്ഷികളുടെയും മൊഴി ആ കോടതിയുടെ മൈൻഡിലെ മസ്തിഷ്കത്തിലുണ്ടായിരിക്കണം. അത് മുഴുവൻ അനലൈസ് ചെയ്ത് കൃത്യമായ ഒരു ജഡ്ജ്മെൻറ്റ് ഈ കേസിനകത്ത് അവർ വിധിച്ചു. രണ്ടാമത് ഇതിനകത്ത് ഒരു പ്രതിക്ക് ഹൃദയാഘാതം എങ്ങാണ്ട് നേരത്തെ ഉണ്ടായി. ആ പ്രതി കോടതിയിൽ ഹാജരായില്ല. ആ പ്രതി ഇപ്പം ഹോസ്പിറ്റലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ പ്രതിയുടെ അസാന്നിധ്യത്തിലാണ് ആ പ്രതിക്കും തൂക്കുകയർ വിധിച്ചിരിക്കുന്നത്.